ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അതും ഈ വൈകിയ വേളയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അതൊരു നിർണായകമായ നീക്കമാണെന്നും അന്വേഷണം വഴിത്തിരിവിലാണെന്നും നമ്മൾ വിലയിരുത്തിയിരുന്നു. അതായത് ഇതുവരെയും പി.എസ്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യം നേരത്തെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ പി.എസ്. പ്രശാന്ത് അതിനെ പ്രതിരോധിച്ചത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള അന്വേഷണ സംവിധാനങ്ങൾ പറയുന്നതനുസരിച്ച് നടന്നിട്ടുള്ളത് 2019-ലാണ്. 2019-ലാണ് ചട്ടവിരുദ്ധമായ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ, അതായത് പി.എസ്. പ്രശാന്തും അതുപോലെ തന്നെ അജികുമാറും അടങ്ങുന്ന സംഘം ദേവസ്വം ബോർഡിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ അത് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു. 2025-ൽ ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ചട്ടലംഘനമൊന്നുമില്ല. അത് കൊണ്ടുപോയതും കൊണ്ടുവന്നതുമെല്ലാം സുരക്ഷിതമായിട്ടാണ്. അതിൽ തൂക്കവ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അന്ന് നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പി.എസ്. പ്രശാന്ത് പറഞ്ഞിരുന്നു. അറസ്റ്റ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം എഴുതിയത് രാഷ്ട്രീയമായ സമ്മർദ്ദം കാരണം തന്നെ ഇതാ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പി.എസ്. പ്രശാന്ത് പറഞ്ഞത്. എന്നുവെച്ചാൽ പി.എസ്. പ്രശാന്ത് ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൽ നിന്നും പാർട്ടി മാറി CPM-ലേക്ക് വന്ന നേതാവാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ തന്നോട് കോൺഗ്രസ് രാഷ്ട്രീയ പക തീർക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനാണ് പി.എസ്. പ്രശാന്ത് ശ്രമിച്ചത് അവസാന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്നും ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രതികാരമൊന്നുമല്ല ഈ അറസ്റ്റിൻ്റെ ഒരു മാനദണ്ഡമെന്നും ഇതുവരെയും പി.എസ്. പ്രശാന്തിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് ഇടതുമുന്നണി ഭരണത്തിലുണ്ടായിരുന്നത് കൊണ്ട് മാത്രമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേക അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് പി.എസ്. പ്രശാന്തിനെതിരെ ശക്തവും വ്യക്തവുമായ തെളിവുകളുണ്ട് എന്ന് തന്നെയാണ്. പി.എസ്. പ്രശാന്തിനെയും മുൻ ദേവസ്വം ബോർഡ് അംഗമായ അജികുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ പറയുന്ന ഞെട്ടിക്കുന്ന വിവരമുള്ളത്. അതായത് പി.എസ്. പ്രശാന്ത് ഒത്താശ ചെയ്തു കൊടുത്തു പഴയ സ്വർണ്ണക്കൊള്ളക്കാർക്ക്. പഴയ സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കാനായി പി.എസ്. പ്രശാന്ത് വ്യാജരേഖകൾ നിർമ്മിച്ചു എന്നതിൻ്റെ ശക്തമായ തെളിവുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ വ്യാജരേഖ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ തെളിവാണ്. സ്വർണ്ണക്കൊള്ളക്കാരെ മുഴുവനായും കൊടുക്കാൻ സ്വാമി അയ്യപ്പൻ തന്നെ കരുതി വെച്ച ഒരു തെളിവ് എന്ന രീതിയിലാണ് ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2019-ലാണ് സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ടുപോവുകയും അതിലെ യഥാർത്ഥ സ്വർണം ഉരുക്കിയെടുത്തു മാറ്റുകയും പിന്നീട് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവയ്ക്കുകയും ചെയ്തത്. പരമ്പരാഗതമായി സ്വർണം പൂശുമ്പോൾ സ്വർണ്ണ തകിടുകൾ ആ ചെമ്പുപാളികളിൽ ഒട്ടിച്ചു വയ്ക്കുകയാണ്. എന്നാൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുമ്പോൾ ഏതാനും ചില തന്മാത്രകൾ മാത്രമാണ് അതിൽ ചേർത്ത് വയ്ക്കുന്നത് സ്വർണത്തിൻ്റെ. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്വർണം മാത്രം മതിയാകും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ. അപ്പോൾ അതിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും ഈ അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞ് അടിച്ചു മാറ്റുകയും ചെയ്യാം. ഇതാണ് 2019-ൽ നടന്നത്. അങ്ങോട്ട് കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് തിരിച്ചു വന്നത്. പക്ഷേ തൂക്കത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 കിലോയോളം സ്വർണം ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിഞ്ഞതാണ്. ഇതിൽ പി.എസ്. പ്രശാന്തിൻ്റെ പങ്ക് എന്താണ്? രണ്ടാമതായി സ്വർണം പൂശി കൊണ്ടുവന്നു വെച്ച സ്വർണ്ണപ്പാളികളിൽ എങ്ങനെയോ മങ്ങൽ വീണിരിക്കുന്നു. അകത്തിരിക്കുന്നത് ചില്ലറക്കാരനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ മങ്ങൽ വീണിരിക്കുന്നു. ആ മങ്ങലിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ഈ തന്ത്രി അടക്കമുള്ളവർ നിർദ്ദേശിക്കുന്നു. ഇതോടുകൂടി പഴയ സ്വർണ്ണക്കൊള്ളക്കാർ പെട്ടു. ഈ പറയുന്ന അറ്റകുറ്റപ്പണിക്കായി വീണ്ടും ഇവർ നേരെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്, അതായത് ആദ്യം സ്വർണം മോഷ്ടിക്കാനായി കൊണ്ടുപോയ അതേ കമ്പനിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് പി.എസ്. പ്രശാന്താണ്. പക്ഷേ പി.എസ്. പ്രശാന്തിൻ്റെ തീരുമാനത്തിന് അവിടെ ഒരു തടസ്സം വരുന്നു. ആ തടസ്സം മറ്റൊന്നുമല്ല, അത് തിരുവാഭരണം സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് കൊടുത്ത ഒരു റിപ്പോർട്ടാണ്. അതായത് സ്വർണം പൂശാൻ കൊണ്ടുപോകുന്ന ഈ സ്വകാര്യ ആ സ്വകാര്യ കമ്പനിക്ക് ദേവസ്വം ബോർഡുമായി കരാറില്ല. ഇങ്ങനെ ഒരു സ്വർണം പൂശുന്നതിനുള്ള അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള യാതൊരു സൗകര്യവും ഈ കമ്പനിയിലില്ല എന്ന റിപ്പോർട്ടാണ് തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം സെക്രട്ടറിക്ക് നൽകുന്നത്. ഈ കത്ത് നിലനിൽക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അനുവാദമില്ലാതെ സ്വർണ്ണപ്പാളികൾ നേരെ അന്യസംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൽ പി.എസ്. പ്രശാന്ത് ഇടപെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ പി.എസ്. പ്രശാന്തിനെ കൊണ്ട് പഴയ സ്വർണ്ണക്കൊള്ളക്കാർ ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നാണ്. അതിനുവേണ്ടി
PS പ്രശാന്തും സംഘവും ചെയ്തതെന്താണ് എന്ന് വെച്ചാൽ ആ കമ്പനിയുമായി ഇതിനോടകം തന്നെ കരാറുണ്ട് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. അതായത് പിൽക്കാലത്ത് അങ്ങനെ ഒരു കരാറില്ല എങ്കിൽ പോലും ഈ കത്ത് വന്നതിൻ്റെ പിറ്റേന്ന് ബെല്ലാരിയിൽ പോയി ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങി ബാക്ക് ഡേറ്റ് ഇട്ട് ഒരു കരാർ ഉണ്ടാക്കുകയായിരുന്നു. സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങുമ്പോൾ തന്നെ അതിലൊരു ഡേറ്റ് ഉണ്ടാകും. അതിൽ ബാക്ക് ഡേറ്റ് ഇട്ട് ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു വ്യാജ കരാറാണ്, അത് നിലനിൽക്കുന്ന കരാറല്ല. പക്ഷേ ദേവസ്വം ബോർഡ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു വ്യാജ കരാർ ഉണ്ടാക്കുകയും അങ്ങനെ വീണ്ടും സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയും സ്മാർട്ട് ക്രിയേഷൻസിലൂടെ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു വരികയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പഴയ സ്വർണ്ണ കൊള്ള പിടിക്കപ്പെടാതിരിക്കും. വീണ്ടും മങ്ങലേൽക്കുന്ന സ്വർണം എന്തുകൊണ്ട് വീണ്ടും മങ്ങലേറ്റു, 40 വർഷത്തോളം ഗ്യാരണ്ടിയുള്ള സ്വർണം പൂശലിൽ എന്തുകൊണ്ട് മങ്ങലേറ്റു എന്ന് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ട്, അതായത് തിരുവാഭരണം കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് അങ്ങനെയൊരു ഫെസിലിറ്റി ഇല്ല. മാത്രമല്ല പരമ്പരാഗതമായി സ്വർണം പൂശുന്ന ആളുകളെ കൊണ്ടുവന്ന് വേണം അറ്റകുറ്റപ്പണി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പരമ്പരാഗതമായ സ്വർണം പൂശുന്ന ആളുകൾ അറ്റകുറ്റപ്പണിക്ക് വന്നാൽ ഇത് യഥാർത്ഥ വിജയ് മല്യ കൊണ്ടുവന്ന യഥാർത്ഥ പ്ലേറ്റ് അല്ല എന്നും ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയ ഒരു സ്വർണ്ണപ്പാളിയാണ് എന്നും നിഷ്പ്രയാസമെന്ന് കണ്ടുപിടിക്കപ്പെടും. ഈ പിടുത്തം ഒഴിവാക്കാനാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ കൊണ്ടുപോയാൽ മതിയെന്ന് ഈ പറയുന്ന PS പ്രശാന്ത് വാശി പിടിക്കുന്നത്. അദ്ദേഹം വാശി പിടിച്ചതിന് തെളിവുകളുണ്ട്, അദ്ദേഹം അതിനുവേണ്ടി വ്യാജ കരാറുണ്ടാക്കിയതിന് തെളിവുകളുണ്ട്. പിന്നെ സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്ക് പങ്കില്ല എന്ന് എങ്ങനെ PS പ്രശാന്തിന് പറയാൻ കഴിയും? ഇതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലുള്ള ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് PS പ്രശാന്തിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. രാഷ്ട്രീയമായ പകപോക്കലല്ല. PS പ്രശാന്ത് ആരോപിക്കും പോലെ ഇത് കോൺഗ്രസ്സുകാർ തന്ന പണിയല്ല, മറിച്ച് ഇത് അയ്യപ്പൻ കൊടുത്ത പണി തന്നെയാണ്. സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കാനായി അല്ലെങ്കിൽ കൂട്ടുനിന്നു കൊടുത്തതിന് കിട്ടിയ പണി തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, PS പ്രശാന്തിന് അന്ന് നടന്ന സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കൊന്നുമില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുമ്പോൾ അന്നത്തെ സ്വർണ്ണക്കൊള്ളക്കാർ പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ PS പ്രശാന്ത് അന്നത്തെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു. അതെങ്ങനെയാണ്? ഈ സ്വർണ്ണക്കൊള്ളക്കാർ നേരിട്ട് വന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന PS പ്രശാന്ത് സഹായിക്കില്ല. പാർട്ടിയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടാകണം. പത്മകുമാർ അപ്പുറത്തുണ്ട്, മറ്റു ചില CPM നേതാക്കന്മാരുണ്ട്, CPMന് വേണ്ടപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, മുരാരി ബാബു അടക്കം. അങ്ങനെയുള്ളവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ സംഘം പിടികൂടാതിരിക്കാനായി പാർട്ടി അല്ലെങ്കിൽ CPMനകത്ത് ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. CPMന് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നേരത്തെ തന്നെ അറിയാമായിരുന്നോ എന്ന സംശയത്തിലേക്ക് പോലും ഇത് വഴിവീശുന്നുണ്ട്. പാർട്ടി മുഖാന്തരം അല്ലെങ്കിൽ നേരത്തെ ഉള്ള സ്വർണ്ണക്കൊള്ളക്കാർ മുഖാന്തരം PS പ്രശാന്തിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യിച്ചതാണ് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ PS പ്രശാന്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തിരിക്കുന്നു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ മറ്റൊരു രീതിയിൽ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന കരാർ അത് വ്യാജ കരാറാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. കാരണം സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്ന ഒരു ഡേറ്റ്, ആ ഡേറ്റിന് ബാക്ക് ഡേറ്റായി ഒരു കരാർ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യാജമാണെന്ന് കണ്ടെത്താം. അത് കണ്ടെത്തിയതിനു ശേഷം PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനായി സർക്കാർ മാറുന്നതുവരെ എന്തിന് ഇത്രയും സമയമെടുത്തു എന്ന ചോദ്യം, ആ ചോദ്യം SITയോടാണ്. കാരണം SITക്ക് മുന്നിൽ നേരത്തെ പിണറായി വിജയൻ ഇരുന്ന കാലത്ത് വലിയ സമ്മർദ്ദമുണ്ടായതുകൊണ്ടാണ് PS പ്രശാന്തിനെ സംരക്ഷിച്ച് നിർത്തിയത് എന്നുകൂടി ഇപ്പോൾ തെളിയിക്കപ്പെടുകയാണ്. സർക്കാർ മാറിയപ്പോൾ SIT കൃത്യമായി PS പ്രശാന്തിനെ കുണുക്കിട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായും CPIMനും ഉന്നത CPM നേതൃത്വത്തിനും പിണറായി വിജയൻ അടക്കമുള്ള ഉന്നത CPM നേതൃത്വത്തിനും സ്വർണ്ണക്കൊള്ളയുടെ ഉള്ളുകളികൾ അറിയാമായിരുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് PS പ്രശാന്തിലൂടെ പുറത്തു വരുന്നത്. PS പ്രശാന്തിൻ്റെ അറസ്റ്റിൽ ഇത് അവസാനിക്കുന്നില്ല. തീർച്ചയായും ഉന്നത CPM നേതാക്കളിലേക്ക് വേണമെങ്കിൽ അന്വേഷണം നീളാം. അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ഇതിനോടകം തന്നെ സർക്കാർ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാൽ സർക്കാർ കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നു. അന്വേഷണത്തിന് പുതിയൊരു സംവിധാനം വേണമെങ്കിൽ ഏർപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. അതുകൊണ്ട് തന്നെ CPM നേതാക്കൾക്ക് അങ്ങനെ വെറുതെ ഇനി ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരില്ല. കാരണം സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ഒരു പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും PS പ്രശാന്ത് കഴിഞ്ഞേ വരൂ എന്നാണ് ലഭിക്കുന്ന സൂചന.